ഹരേ കൃഷ്ണ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഇന്ന് നാരായണീയം ദശകം 34 10ാമത്തെ ശ്ലോകം നോക്കാം. ഇതിൽ സീതാന്വേഷണം, ജടായുഗതി, കബന്ധവധം, ശബരീ ദർശനം, ഹനുമൽ സമാഗമം എന്നീ കാര്യങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്. ഭൂയഃ തന്മീം വിജിന്വൻ അഹൃത ദശമുഖഃ ത്വദ്വധൂ മദ്വധേന ഇതി ഉക്തായാദേ ജടായൗ ദിവം അഥ സുഹൃദഃ പ്രാതനോ പ്രേതകാര്യം ഗൃണ്ണാനം തം കബന്ധം ജഗനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാദസൂനു വൃഷമുദിതമനാഃ പാഹി വാതാലയേശ. ഭൂയസ്തന്മീം വിജിന്വനഹൃത ദശമുഖസ്ത്വദ്വധൂ മദ്വധേന ഇത്യുക്തായാദേ ജടായൗ ദിവമത സുഹൃദ പ്രാതനോ പ്രേതകാര്യം ഗൃണ്ണാനം തം കബന്ധം ജഗനിത ശബരീം പ്രേക്ഷ്യ പമ്പാതടേത്വം സംപ്രാപ്തോ വാദസൂനു വൃഷമുദിതമന പാഹി വാതാലയേശ. ഭൂയഃ തന്മീം വിജിന്വൻ. തുടർന്ന് സീതയെ അന്വേഷിച്ചു പോകുമ്പോൾ ദശമുഖ ആ രാവണൻ മദ്വധേന ത്വദ്വധൂം എന്നെ കൊന്നിട്ട് അങ്ങയുടെ പത്നിയെ അഹൃത തട്ടിക്കൊണ്ടുപോയി ഇതി ഉക്ത്വ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജടായു ദിവം യാതേ ആ ജടായു എന്ന പക്ഷിശ്രേഷ്ഠൻ പ്രാണൻ വെടിഞ്ഞപ്പോൾ അധ ത്വം സുഹൃദ നിന്തിരുവടി ആ സുഹൃത്തിന് വേണ്ടി പ്രേതകാര്യം പ്രാതനു പ്രേത സംസ്കാരാദികൾ ചെയ്തു. അധ ഗൃണ്ണാനം തം കബന്ധം ജഗനിധ പിന്നീട് തങ്ങളെ പിടിച്ചു തിന്നാൻ വന്ന കബന്ധനെ വധിച്ചു. ശബരീം പ്രേക്ഷ്യ ഭക്തയായ ശബരിയെ ചെന്നു കണ്ടു. പമ്പാതടേ വാദസൂനൂം സംപ്രാപ്ത പമ്പയുടെ തീരത്തിൽ വായുപുത്രനായ ഹനുമാനെ കണ്ടിട്ട് ആ ഹനുമാനെ സഹായത്തിന് കിട്ടിയിട്ട് വൃഷമുദിതമന വളരെയധികം അങ്ങ് സന്തോഷിച്ചു. ഹേ വാതാലയേശ ത്വം മാം പാഹി അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അവിടുന്ന് എന്നെ രക്ഷിക്കണമേ എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ രാമലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ച് നടക്കുമ്പോൾ വഴിക്ക് വെച്ച് ചിറകറ്റ് വീണ ജടായു എന്ന പക്ഷിശ്രേഷ്ഠനെ കാണുന്നു. അങ്ങനെ ജടായു ശ്രീരാമനോട് പറയുന്നു, രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ രാവണനുമായി ഏറ്റുമുട്ടി സീതാദേവിയെ രക്ഷിക്കാനായി ശ്രമിച്ചു. രാവണൻ തൻ്റെ വാളുകൊണ്ട് എൻ്റെ ചിറകുകളെല്ലാം അരിഞ്ഞു വീഴ്ത്തി. അങ്ങ് വന്ന് അങ്ങയോട് ഈ കാര്യം പറയുന്നത് വരെ എന്നിൽ പ്രാണൻ നിലനിൽക്കട്ടെ എന്ന് സീതാദേവി എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ അങ്ങയെയും കാത്ത് മരണാസന്നനായി കിടക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞ് പക്ഷിശ്രേഷ്ഠനായ ജടായു പ്രാണൻ വെടിഞ്ഞു. അപ്പോൾ ഭഗവാൻ ജടായുവിൻ്റെ ജഡം എല്ലാ കർമ്മങ്ങളോടും കൂടി സംസ്കരിക്കുകയും ചെയ്തു. അതിനുശേഷം തങ്ങളെ പിടിച്ചു തിന്നാൻ വന്ന കബന്ധനെ വധിച്ചു. വീണ്ടും യാത്ര തുടർന്ന് ഭക്തയും തപോധനയുമായ ശബരിയുടെ ആശ്രമത്തിലെത്തി. അങ്ങനെ ശബരിയുടെ നിർദ്ദേശപ്രകാരം ശബരി കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിച്ച് പമ്പാതീരത്തെത്തി ഹനുമാനെ കാണുന്നു. അങ്ങനെ സഹായത്തിനായി ഹനുമാനെ കണ്ടുമുട്ടിയപ്പോൾ അലയോ ഭഗവാനെ അവിടുന്ന് വളരെയധികം സന്തോഷിച്ചുവല്ലോ. ഇങ്ങനെ സന്തോഷചിത്തനായ അല്ലയോ ഗുരുവായൂരപ്പ എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂർ ഈ ഒരു ദശകം രാമായണ കഥ എന്ന ഈ ഒരു ഭാഗം ഉപസംഹരിക്കുന്നത്. ഭൂയസ്തന്വിം വിജിന്നനഹൃത ദശമുഖസ്ത്വദ്വധൂ മദ്വധേന ഇത്യുക്തായാദേ ജടായൗ ദിവമത സുഹൃദ പ്രാതനോ പ്രേതകാര്യം ഗൃണ്ണാനം തം കബന്ധം ജഗനിത ശബരിം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാദസൂനു വൃഷമുദിതമന പാഹി വാതാലയേശ.